മൗലികമായ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുമ്പോട്ടേക്ക് പോകാൻ കഴിയുന്ന കേരളം, ആ കേരളത്തിന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് തൊഴിലില്ലായ്മയാണ്. നമ്മൾ മുമ്പെല്ലാം KSYF-ന്റെ എല്ലാം ഭാഗമായിട്ട് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിരുന്നത് മുതലാളിത്തത്തിന്റെ ഉൽപ്പന്നമാണ് തൊഴിലില്ലായ്മ എന്ന്. അത് ശരിയാണ്. എപ്പോഴാണോ മുതലാളിത്തം അവസാനിക്കുന്നത് അന്ന് മാത്രമേ തൊഴിലില്ലായ്മ അവസാനിക്കുന്നുള്ളൂ എന്നും നമ്മൾ അന്ന് പറഞ്ഞു വെച്ചു. പക്ഷെ കേരളം മാറി. കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിൽ വലിയ മാറ്റം വന്നു, മൗലികമായ മാറ്റം സംഭവിച്ചു. കുട്ടിക്കൃഷ്ണ മേനോൻ കമ്മീഷന്റെ ഭാഗമായിട്ട് സഖാവ് EMS എഴുതിയ വിയോജനക്കുറിപ്പ് കേരളത്തെ മാറ്റുക എന്ന് പറയുന്നത്, കേരളത്തെ പുരോഗമിപ്പിക്കുക എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റം വരുത്തുക എന്നുള്ളതാണ് ഭൂബന്ധത്തിൽ. അതാണ് ജന്മിത്വം അവസാനിപ്പിക്കാൻ നമുക്കായത്. ആ ജന്മിത്വം അവസാനിപ്പിച്ചതോടുകൂടി വന്ന പുതിയ സാഹചര്യത്തിൽ ഒരു ബദൽ നിലപാട് വെച്ചുകൊണ്ട് കേരളത്തിലെ തൊഴിലില്ലായ്മ നമുക്ക് പരിഹരിക്കാം. അതാണ് കേരളത്തിന്റെ പ്രത്യേകത. ഇന്ത്യയിലെ ഒരു മുതലാളിത്ത സമൂഹത്തിലും സാധിക്കാത്ത ഒരു കാര്യം കേരളത്തിൽ നമുക്ക് നേടാം. അപ്പോൾ കേരളത്തിന് KDSCന്റെയും എക്കണോമിക് മിഷന്റെയും എല്ലാം ഭാഗമായി, വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ഓരോ നിയോജക മണ്ഡലത്തിലും ആയിരക്കണക്കിന് ആളുകൾക്ക് പുതുതായി തൊഴിൽ കൊടുക്കാൻ സാധിച്ച സാഹചര്യത്തിൽ വലിയ നിക്ഷേപം കൂടി ഉപയോഗിച്ച് നമ്മുടെ സ്റ്റാർട്ടപ്പ് മിഷന്റെ 7000+ ആയി. ഇപ്പോഴും 20,000 ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇഷ്ടം പോലെ ഐഡിയകളുണ്ട്. നമ്മുടെ ഏറ്റവും ശ്രദ്ധേയമായ രീതിയിലുള്ള ശാസ്ത്ര സാങ്കേതിക മേഖലയിലുള്ള പുതിയ കണ്ടെത്തലുകളുണ്ട് നമ്മുടെ ചെറുപ്പക്കാർ. അതിപ്പോൾ 7,000 കടന്നു. അത് 20,000-ലേക്ക് എത്തണം. അപ്പോഴാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് വിജ്ഞാന സമൂഹവും വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥയും. ആ വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥയിലേക്ക് നമുക്ക് നീങ്ങാൻ കഴിയണം. ഈ വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥയിലേക്ക് നീങ്ങുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം ഞാൻ ഈ പറഞ്ഞ സ്റ്റാർട്ടപ്പ് മിഷനാണ്. സ്റ്റാർട്ടപ്പ് മിഷൻ ലോകത്തിന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മാതൃകയാണ് കേരളത്തിന്റെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കേരളം ലോകത്തിന്റെ മുൻപിൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരു ബദൽ സംവിധാനത്തിന്റെ നാടായിട്ട് മാറിയിരിക്കുകയാണ്. ഈ മാറ്റത്തിന്റെ ഇടയിലാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്നത്. UDF-നും BJP-ക്കും ഒന്നും കേരളവുമായിട്ട് ബന്ധപ്പെട്ട പുരോഗമനപരമായ ഒരു നിലപാട് മുന്നോട്ടേക്ക് വെക്കാനില്ല. കാരണം ലോകത്തൊരു പ്രതിപക്ഷവും കൈകാര്യം ചെയ്യാതെ